ഇതുപോലെ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനായിട്ട് നല്ലൊരു പപ്പടത്തോരൻ ഉണ്ടാക്കിയെടുത്താലോ. അത് 5 മിനിറ്റിൽ തന്നെ ഇതുപോലെയൊക്കെ രാവിലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കറിക്ക് വേറെ ഒന്നുമില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പപ്പടത്തോരനാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 4-5 പപ്പടം ഇതുപോലെ ഒന്ന് ചിരണ്ടി പൊടി കളഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്. സവാള നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ചിരണ്ടി വെച്ചേക്കുന്ന പപ്പടമൊക്കെ ഒന്നെടുത്ത് പൊരിച്ച് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ നന്നായിട്ടൊന്നിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി വയറ്റി വന്നതിനകത്തേക്ക് നമുക്ക് ഒന്നോരോ മുളക് പൊടിയാണ് നമുക്ക് വേണ്ടത് വെച്ചിട്ട് അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 സ്പൂണോളം മുളക് പൊടിയും ഒരു കുറച്ച് തേങ്ങയും കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന പപ്പടം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഇതുപോലെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ